പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ക്ലാസ് റൂം ടീച്ചിങ് അസാധ്യമായ ഈ ഘട്ടത്തിൽ വിവരസാങ്കേതിക വിദ്യകളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിങ്ങൾക്കായി ക്ലാസുകൾ തയ്യാറാക്കുന്നു. വിക്ടേഴ്സ് ചാനലിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അധ്യാപകനിൽ നിന്നും തന്നെ നേരിട്ട് പഠിക്കുക വഴി ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സംജാതമാക്കുക എന്നതാണ് ഈ ക്ലാസ്സുകളുടെ ലക്ഷ്യം. യഥാർത്ഥ ക്ലാസ് റൂമിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തും അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തും ഒക്കെ ഗൗരവതരമായി ഈ ക്ലാസ്സുകൾ എടുക്കണമെന്ന് സ്നേഹബുദ്ധിയ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന സമയത്ത് നിങ്ങളെ എല്ലാവരെയും ക്ലാസ് റൂമിൽ നേരിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവരെയും 12ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 12ലെ ഫിസിക്സിലെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക് ചാർജുകളുടെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് ചാർജ് ഉള്ളവ, നെഗറ്റീവ് ചാർജ് ഉള്ളവ, ചാർജ് ഇല്ലാത്തവ അഥവാ ന്യൂട്രൽ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ. ഇതിൽ ന്യൂട്രൽ പദാർത്ഥങ്ങൾ ഇവിടെ പ്രസക്തമല്ല. കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജുകളുടെ പ്രത്യേകതകളെ കുറിച്ചുള്ള പഠനമാണ്. ഇപ്പോൾ ഇലക്ട്രിക് ചാർജസ് 2 തരത്തിലുള്ളതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഈ ഇലക്ട്രിക് ചാർജസ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുക, അതായത് ചലിക്കാതെ ഇരിക്കുക, റെസ്റ്റിലിരിക്കുക. അപ്പം അങ്ങനെ റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസ്, അതായത് ആ ചാർജിന്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ്, അതിന്റെ പൊട്ടൻഷ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച്, ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ്. മൂവ് ചെയ്യുന്ന ചാർജസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത യൂണിറ്റിലാണ് നമ്മൾ അതിനെ കുറിച്ച് കാണുക. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് അത് പറയും. അപ്പോൾ ഇത് നോട്ട് ചെയ്തോളൂ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് വിച്ച് ആർ അറ്റ് റെസ്റ്റ്. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയാണ്. ഇപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. 2 വ്യത്യസ്ത നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസസ്, കണ്ടക്ടിങ് ആയിരിക്കരുത്, നോൺ കണ്ടക്ടിങ് ആയിട്ട് സബ്സ്റ്റൻസ്, ഉദാഹരണത്തിന് ഗ്ലാസ്, സിൽക്ക്, അതുപോലെ എബണൈറ്റ്, ഫെർ അല്ലെങ്കിൽ കമ്പിളി, ആംബർദണ്ട്, അങ്ങനെയുള്ള വസ്തുക്കൾ, 2 ഡിസിമിലർ ആയിട്ടുള്ള വസ്തുക്കൾ തമ്മിൽ കൂട്ടി വരയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രിക്ഷൻ ഉണ്ടാവും. അതുവഴിയായിട്ടൊരു ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള 2 വസ്തുക്കൾക്കും മറ്റ് ചെറിയ വസ്തുക്കളെ, ചെറിയ പേപ്പർ പീസ് പോലുള്ള വസ്തുക്കളെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇത് വളരെ പ്രാചീനമായ കാലത്ത് BC 600 തന്നെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് മനസ്സിലാക്കി വെച്ച കാര്യമാണ്. അപ്പോൾ അതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിസിറ്റി എന്നുള്ള പദം വന്നത് തന്നെ ഇലക്ട്രോൺ, KTRON എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ അല്ല. ഇലക്ട്രോൺ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആംബർദണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആംബർദണ്ട് ഫെറിലോ വെച്ച് കഴിഞ്ഞപ്പോൾ ആംബർദണ്ടിന് വസ്തുക്കളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്ന് ഗ്രീക്ക് ഫിലോസഫേഴ്സ് മനസ്സിലാക്കി. അങ്ങനെയാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ ഉത്ഭവം വരുന്നത്. അതായത് ശ്രദ്ധിക്കുക, when 2 dissimilar substances are rubbed with each other, they get the ability to attract small objects like paper pieces. This phenomenon is called frictional electricity. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് BC 600 തന്നെ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വർഷങ്ങൾ മുമ്പ് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. ഈ ക്ലിപ്പിംഗ്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. Electrification by friction. If a body, after being rubbed, attracts other bodies, then it is said to be charged with electricity by friction. The following points will help you to understand electrification by friction. When a glass rod is rubbed with silk, some electrons from the glass get transferred from the glass to the silk. So, the glass becomes positively charged and the silk negatively charged. Similarly, when ebonite is rubbed with fur, electrons are transferred from the fur
to the ebonite, making the ebonite negatively charged and the fur positively charged. When a body is positively charged, it means that some electrons have left the body, and when a body is negatively charged, it means that it has more electrons than protons. നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളതെ കുറിച്ചാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റം ടോട്ടലായിട്ട് എടുത്താൽ ന്യൂട്രലാണ്. കാരണം അതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും തുല്യമാണ്. അപ്പോൾ അങ്ങനെ ന്യൂട്രലായിട്ടുള്ള ആറ്റം മൊത്തമായിട്ട് എടുക്കുമ്പോൾ ആറ്റം ന്യൂട്രലാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഡിസിമിലർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഡിസിമിലർ ആയിരിക്കണം, സിമിലർ ആയിരിക്കരുത്. അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് ആണ് ഡിസിമിലർ സബ്സ്റ്റൻസിന് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്കറിയാം കൈ നമ്മൾ കൂട്ടി വരച്ചാൽ തന്നെ നമുക്ക് ഹീറ്റ് എനർജി ഉണ്ടാവും. ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള പദാർത്ഥം അതിൽ നിന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അതായത് അയണൈസേഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആ സബ്സ്റ്റൻസിൽ നിന്നും ഇലക്ട്രോൺസ് മറ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ പദാർത്ഥത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിന്റെ ഒരു ട്രാൻസ്ഫർ ആണ് അവിടെ സംഭവിക്കുക. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ഉദാഹരണത്തിന് ആറ്റമിക് നമ്പർ 10 ആണെങ്കിൽ 10 പ്രോട്ടോണും 10 ഇലക്ട്രോണുമാണ് അതിനകത്തുള്ളത്. അതിൽ നിന്നും ഒരു ഇലക്ട്രോൺ മറ്റൊരു വസ്തുവിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഒരു പ്രോട്ടോണിന്റെ ചാർജ് അവിടെ എക്സസ് ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജുള്ള വസ്തുവായിട്ട് മാറുന്നു. ആ ഇലക്ട്രോണിനെ സ്വീകരിച്ച പദാർത്ഥം ഒരു ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിന്റെ എക്സസ് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് ചാർജുള്ള പദാർത്ഥവുമായിട്ട് മാറുന്നു. അപ്പോൾ ആക്ച്വലി ഇവിടെ പുതിയതായിട്ട് ഇലക്ട്രിക് ചാർജ് ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, പക്ഷേ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ മൂലമാണ് ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജും മറ്റൊരു വസ്തുവിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി സാധ്യമാകാനുള്ള അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്. Material bodies consist of large number of electrons and protons in equal number and hence in neutral in their normal state. But when the body is rubbed, for example, glass rod is rubbed with cloth, silk cloth. Electrons are transferred from glass rod to silk cloth. അതിന് കാരണം എന്ന് പറയുന്നത് ഗ്ലാസ് റോഡ് കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ടുള്ള എബിലിറ്റിയാണ് അതിന് കൂടുതലുള്ളത്. അതുപോലെ തന്നെ സിൽക്ക് അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സിൽക്ക് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ദ ഗ്ലാസ് റോഡ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ് ആൻഡ് സിൽക്ക് ക്ലോത്ത് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ് ആസ് ഇറ്റ് റിസീവ്സ് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഫ്രം ദ ഗ്ലാസ് റോഡ്. അപ്പോൾ അതാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയുടെ കാരണം എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉള്ള വസ്തുക്കളെ ഡിറ്റക്ട് ചെയ്യുവാനും അതിൻ്റെ ചാർജ് അളക്കുവാനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. പ്രസൻസ് ഓഫ് ചാർജ് ഉള്ളതാണോ ചാർജ് ഇല്ലാത്തതാണോ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഇപ്പോൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ പ്രവർത്തനം ഈ വീഡിയോയിലേക്ക് കണ്ടുപിടിക്കും. The gold leaf electroscope. The gold leaf electroscope consists of a brass rod with a brass disc at its top and with 2 gold leaves, strips of cut metal foil at the other end. The rod is inserted through a rubber or plastic stopper into a glass container. The tin foil inside and the wooden base make the electroscope more effective. Uses of the gold leaf electroscope to detect and measure the charge on a body. The body to be tested is touched to the brass disc of an uncharged electroscope. If the body is charged, the leaves of the electroscope diverge. The amount of divergence of the leaves is a measure of the amount of charge on the body. To find the nature of charge on a body. For this, it is first necessary to charge the electroscope positively or negatively. This is done
by touching the brass disc of the electroscope ഇവിടെ with a electroscope ഇവിടെ positively positive or charge ചെയ്യും. negatively charged body. The leaves acquire the same charge as on the charged body and diverge. Let us assume that the electroscope is negatively charged. രണ്ട് Now, പോസിറ്റീവ് ചാർജ് ചെയ്ത് വെച്ചാൽ bring the electroscope body to ആണ് be tested close to the brass disc of the electroscope. If the divergence of the leaves increases, it has the same charge as the electroscope. ചാർജിന്റെ അളവ് കൂടുകയും That അതിൽ is കൂടുതൽ ഡൈവേർജ് negative എന്ന് പറഞ്ഞാൽ in this case. ചാർജ് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. If the divergence of the leaves decreases, it has the opposite charge as on the electroscope. That is positive charge in this case. അപ്പോൾ അങ്ങനെ ചാർജിന്റെ പ്രസൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വസ്തുക്കളെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ചാർജ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ചാർജിങ് ബൈ ഇൻഡക്ഷനാണ്. വൈദ്യുതി ചാർജ് ഒരു വസ്തുവിലേക്ക് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ചാർജ് ഉപയോഗിച്ചാണോ മറ്റൊരു അൺചാർജ് വസ്തുവിനെ ചാർജ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ആ വസ്തുവിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. ഉദാഹരണത്തിന് നമ്മൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തു, ഇപ്പോൾ ഗ്ലാസും സിൽക്കും നമ്മൾ റബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ കണ്ടു. ആ ഗ്ലാസ് റോഡ് ഒരു മെറ്റൽ ബോഡിയുടെ സമീപത്തേക്ക് കൊണ്ടുവരിക. കോണ്ടാക്റ്റിൽ വെക്കരുത്, അതിന് സമീപത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ മെറ്റൽസിന്റെ പ്രത്യേകത നമുക്കറിയാം, ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസിനെ എല്ലാം അത് പോസിറ്റീവ് ചാർജ് അതിന്റെ സമീപത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ അതുവഴിയായിട്ട് ആ എൻഡിൽ, ഗ്ലാസ് റോഡിന് സമീപത്തുള്ള എൻഡിൽ നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുകയും അതിന്റെ മറു സൈഡിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുകയും ചെയ്യും. നെഗറ്റീവ് ചാർജിന്റെ കുറവാണല്ലോ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. ആ സൈഡിലുണ്ടായിരുന്ന ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്നുള്ളത് ഒന്ന് കണ്ടുകൊണ്ട് Charging by induction. രണ്ട് സ്പിയേഴ്സ്, മെറ്റാലിക് സ്പിയേഴ്സ് ആണ്, മെറ്റൽ എയും മെറ്റൽ ബിയും. And B അത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് കൊണ്ട് വെച്ചിരിക്കുന്നു. രണ്ട് കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുകയാണ്. രണ്ട് സ്പിയേഴ്സും കോണ്ടാക്റ്റിൽ വെച്ചിരിക്കുകയാണ്. insulating stands. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് Contact. Now bring a positively charged rod. പോസിറ്റീവ് ചാർജ് റോഡ് എ എന്ന് പറയുന്ന സ്പിയറിന്റെ സമീപത്തേക്ക് കൊണ്ടുവരും. As we know, unlike charges attract each other. The free electrons present in the both spheres are attracted towards the positively charged rod. ഇലക്ട്രോൺസ് നെഗറ്റീവ് Like ചാർജ് charges അട്രാക്ട് ചെയ്യപ്പെടുന്നു. ripple അതുപോലെ each പോസിറ്റീവ് ചാർജ് റിപ്പിൾ ചെയ്യുകയും So ചെയ്യും. the positive charges repelled by the positively charged rod and move towards the rear end of the sphere B. This process is called as induction of charge. These accumulated charges എ എന്ന് പറഞ്ഞാൽ ആ സ്പിയറിൽ ഓപ്പോസിറ്റ് ചാർജ്, surface നെഗറ്റീവ് ചാർജ് ആണ് till the rod ചാർജ് ഇൻഡ്യൂസ് is ചെയ്യും. held near the sphere. Separate the spheres by a small ആ സ്പിയേഴ്സ് രണ്ടും അകത്ത് distance. വെച്ച് Now charges can't move from one sphere to other. ഇപ്പൊ ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നില്ല. The rod. Now two ചാർജിന്റെ ബോഡി നമ്മൾ മാറ്റി spheres കഴിഞ്ഞപ്പോൾ contain opposite charges. എയും ബിയും So the charges ഓപ്പോസിറ്റ് ചാർജ് are രണ്ട് attracted ഉണ്ടായിരിക്കുന്നത്. and move towards the surface nearer to the other sphere. Now move the spheres ചാർജസ് ഓപ്പോസിറ്റ് ആണ്. quite ചാർജസ് അട്രാക്ട് ചെയ്യുന്നതാണ് apart. രണ്ടും. Then charges on spheres ഈ രണ്ട് സ്പിയേഴ്സ് കുറച്ച് അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തമ്മിൽ അട്രാക്ഷൻ കുറയും. ആ ചാർജസ് എയിലും ബിയിലും യൂണിഫോം ആയിട്ട് any of its distribute charges. ചെയ്യുകയും ചെയ്യും. But each metal spheres acquire equal and opposite charges.
This type of charging is called as charging by induction. ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അവിടെ പോസിറ്റീവ് ചാർജ് ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ ഈ എനെയും ബിനെയും ചാർജ് ഇൻഡ്യൂസ് ചെയ്യിച്ചത്. പോസിറ്റീവ് ചാർജിന് പോലെ നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ച് ആണ്. അതായത് നെഗറ്റീവ് ചാർജ് ഉപയോഗിച്ചാണെങ്കിൽ എക്ക് പോസിറ്റീവ് ചാർജും ബി എന്ന് പറയുന്ന സ്ഫിയറിന് നെഗറ്റീവ് ചാർജുമായിരിക്കും കിട്ടുക. ഇനി ഇതാണ് ആദ്യത്തെ രീതിയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, അതായത് ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. അതായത് ചാർജ് ഉള്ള ഒരു ബോഡി ഉപയോഗിച്ച് ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയിലേക്ക് കോണ്ടാക്റ്റിൽ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ആ ചാർജ് ഉള്ള വസ്തുവിൽ നിന്നും ചാർജ് ഇല്ലാത്ത വസ്തുവിലേക്ക് ചാർജ് ഒഴുകുന്നു. ആദ്യത്തെ കേസിനകത്ത് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച വസ്തുവിന്റെ ചാർജിന്റെ കോൺസെൻട്രേഷന് യാതൊരു കുറവും വരുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ ചാർജിങ് ബൈ കണ്ടക്ഷൻ ആകുമ്പോൾ ചാർജ് ഉള്ള വസ്തുവിൽ നിന്നും ചാർജ് ഇല്ലാത്ത വസ്തുവിലേക്ക് ചാർജ് ഒഴുകുന്നത് കൊണ്ട് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിന്റെ ചാർജ് അവിടെ കുറവ് വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിം ചാർജ് ആണ് ചാർജിങ് ബൈ കണ്ടക്ഷനകത്ത് വസ്തുവിന് കിട്ടുന്നത്. ചാർജിങ് ബൈ കണ്ടക്ഷൻ. Charging by conduction. Bodies can be charged by contact. That is, by the method of conduction. By conduction, the body acquires the same charge as on the charging body. Charging a body by conduction can be understood by doing the following activity. Charging a paper cylinder by conduction. Make a paper cylinder by rolling a strip of paper on a pencil and then gently pulling out the pencil. Suspend the paper cylinder by a thread tied to its center. Now, touch the paper cylinder with a glass rod rubbed with silk so it has a positive charge. Remove the glass rod and then again bring it near the paper cylinder. What happens? The paper cylinder is repelled by the positively charged glass rod. Next, bring an ebonite rod rubbed with flannel, negatively charged, near the paper cylinder. What happens this time? We can see that the paper cylinder is attracted by the ebonite rod. This means that the paper cylinder has acquired a positive charge. That is, the same charge as on the glass rod due to conduction. So, it repels with positively charged glass rod and attracts with negatively charged ebonite rod. അപ്പോൾ ഇത്രയുള്ള വസ്തുക്കളെ നമുക്ക് രണ്ട് രീതിയിൽ ചാർജ് ചെയ്യിക്കാം. ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ചാർജ് ആണ് ആ വസ്തുവിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിന്റെ ചാർജിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണെങ്കിൽ ആ വസ്തുവിന് ചാർജ് ഇല്ലാത്ത വസ്തുവിന് സെയിം ചാർജ് തന്നെ ലഭിക്കുകയും ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിന്റെ ചാർജ് കോൺസെൻട്രേഷൻ കുറയുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ രണ്ട് തരത്തിലുള്ള ചാർജ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ആ ചാർജസിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസ് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകളാണ്. ഒരു 3-4 പോയിന്റുകൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ആദ്യത്തേത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജ് അട്രാക്ട് ഈച്ച് അതർ. രണ്ടാമത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. മൂന്നാമത്തത് അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ്. നാലാമത്തത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ കാണാം. ആദ്യത്തേത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ വസ്തുക്കൾക്കുമുള്ള ചാർജ് എന്ന് പറയുന്നത് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ചാർജാണ്. അതിൽ കുറഞ്ഞൊരു ചാർജ് പോസിബിൾ അല്ല. അത് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജാണ്. ആ ഇലക്ട്രോണിന്റെ ചാർജ് സ്മോൾ ഇ ഈസ് ഈക്വൽ ടു 1.602 × 10⁻⁻19 കൂളംസ്. കൂളംബ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ അതാണ് ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇലക്ട്രോൺ ആണെങ്കിൽ മൈനസ് ചാർജ് ആയിരിക്കും. അത് സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് പ്രോട്ടോൺ ഉള്ളത്, പക്ഷേ പോസിറ്റീവ് വാല്യൂ ആണ്. പ്ലസ് 1.6 × 10⁻⁻19 കൂളംബ് ആയിരിക്കും ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ വസ്തുക്കൾക്ക് ലഭിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിന്റെ ചാർജായ ഫണ്ടമെന്റൽ യൂണിറ്റ് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് എല്ലാ വസ്തുക്കൾക്കും ചാർജ് ലഭിക്കുകയുള്ളൂ. അതാണ്
ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓൾ ഫ്രീ ചാർജസ് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ യൂണിറ്റ് ചാർജ് ഇ, വേർ ഇ ഈസ് ഈക്വൽ ടു 1.6 into 10⁻⁹ coulombs ചാർജ് ഓൺ ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ. ദിസ് ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് Q ഈസ് ഈക്വൽ ടു ±n ഇൻറ്റു ഇ എന്ന് എഴുതാം. അപ്പം അതിനകത്ത് n എന്ന് പറഞ്ഞാൽ ഇനി ഇൻറ്റിജർ ആണ്. എന്നിൻ്റെ വാല്യൂ 0 വരത്തില്ല. 0 വരുന്നത് ചാർജ് ഇല്ലാത്ത കേസിലാണ്. അപ്പോൾ 1 ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യം, പ്ലസ് ആണെങ്കിൽ പ്രോട്ടോണിൻ്റെ ചാർജിന് തുല്യം. അതായത് ഇതിന് ഇടയ്ക്കൊരു വാല്യൂ ഇല്ല. ഫ്രാക്ഷൻസ് ആയിട്ട് ഈ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിൻ്റെ ഫ്രാക്ഷൻസ് ആയിട്ട് ഒരിക്കലും ഇലക്ട്രിക് ചാർജ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ ക്വാണ്ടൈസേഷൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ് Q ഈസ് ഈക്വൽ ടു വേർ Q is charge ±n ഇൻറ്റു ഇ, വേർ n ഈസ് എനി ഇൻറ്റിജർ. അടുത്ത പ്രോപ്പർട്ടി ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വസ്തുവിലുള്ള ചാർജസ് എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്യാം. സ്കെയിലേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചാർജസ് ആഡ് ചെയ്യാം. ഇപ്പോൾ പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ പ്ലസ് സൈൻ തന്നെ ഉപയോഗിക്കണം, നെഗറ്റീവ് ചാർജുള്ള വസ്തുവാണെങ്കിൽ മൈനസ് ഇട്ട് ആഡ് ചെയ്യണം. അതായത് ചാർജസ് ആഡഡ് അപ്പ് ലൈക്ക് റിയൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് ദേ ആർ സ്കെയിലർ more clearly if the system has n number of charges q1, q2, q3 etc. qn, then the total charge of the system q is equal to q1 plus q2 plus q3 plus etc. qn ആയിരിക്കും. അപ്പോൾ പ്രോപ്പർ സൈൻ ഹാവ് ടു ബി യൂസ്ഡ് വൈൽ ആഡിങ് ദ ചാർജസ്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. q1 is equal to +1 കൂളംബ്, q2 is equal to -2 കൂളംബ്, q3 is equal to +4 കൂളംബ് ആണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 3 കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ +3 കൂളംബ് എന്ന് കിട്ടും. അതായത് ആഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ചാർജ് ഇൻ എ സിസ്റ്റം ഈസ് ആൾജിബ്രാക് സം ഓഫ് ചാർജസ് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ് ഇൻ ദ സിസ്റ്റം. ഇപ്പോൾ യൂണിവേഴ്സിൽ എപ്പോഴും ടോട്ടൽ ചാർജിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ചാർജിൻ്റെ കൺസർവേഷൻ തിയറം എന്ന് പറയുന്നത്. ഇലക്ട്രിക് ചാർജ് കൺസേർവ്ഡ് ആണ്. ഇപ്പോൾ കുറേ കൺസർവേഷൻ ലോസ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരുന്നു. അതിലൊരെണ്ണമാണ് ഇലക്ട്രിക് ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് conserved or constant. Charge cannot be created or destroyed, but charged particles can be created or destroyed. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതെല്ലാം ചാർജഡ് പാർട്ടിക്കിൾ ആണ് ഉണ്ടാക്കുന്നത്. ഇലക്ട്രിക് ചാർജ് നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഇലക്ട്രിക് ചാർജഡ് ബോഡീസ് ഉണ്ടാകുന്നത് ചാർജസ് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് മൂലമാണ്. ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ മൂലമാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് ഇത് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഞാൻ എടുത്ത ചെറിയ ടോപ്പിക്കേ ഉള്ളൂ. അതിൻ്റെ നോട്ട്സ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം. നിങ്ങൾ എത്ര പേര് ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ കണ്ട കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, അതുപോലെ ചാർജസ്, ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത്തരം കാര്യങ്ങൾ ഒരു നോട്ട് നിങ്ങൾ തയ്യാറാക്കി എനിക്ക് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.